എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബ്ലോഗറിൻ്റെ ട്യൂട്ടോറിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുന്നേത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലോഗറിൻ്റെ സെറ്റിങ്സിനെ കുറിച്ചായിരുന്നു. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിനകത്ത് ഞാൻ ബ്ലോഗ് പോസ്റ്റുകൾ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്യുന്നത്, അതുപോലെ ബ്ലോഗിൻ്റെ ലേഔട്ടിനെ കുറിച്ചുകൂടാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നമുക്കിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ബ്ലോഗ് കാണാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് പോസ്റ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ലേഔട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടോ ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലോഗിൻ്റെ സെഷനിലേക്ക് പോസ്റ്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പബ്ലിഷ്ഡ് പോസ്റ്റുകളൊന്നുമില്ല. ഇവിടെ എല്ലാം ബ്ലാങ്ക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ബ്ലോഗ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് പഠിക്കാം. കാര്യം പോസ്റ്റുകളെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഇത് ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോസ്റ്റുകൾ വേറൊരു ബ്ലോഗിലേക്ക് കൊണ്ടുപോകാം, അതുപോലെ തന്നെ വേറൊരു ബ്ലോഗിൻ്റെ ഇവിടേക്ക് കൊണ്ടുവരാം. ഇത്തരത്തിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് കുറച്ച് ബ്ലോഗിൻ്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഡമ്മി പോസ്റ്റുകളാണ്. വെറുതെ കുറേ ടൈറ്റിലുകളും ടെക്സ്റ്റും മാത്രമേ അതിനകത്തുള്ളൂ. ഇമേജും വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഒരു ആർട്ടിക്കിളൊന്നും അല്ല അത്. അതിനുവേണ്ടി ആദ്യം പോകേണ്ടതെന്ന് പറയുന്നത് സെറ്റിങ്സിനകത്ത് പോവുക. അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാനേജ് ബ്ലോഗ് എന്നുള്ള സെക്ഷൻ കാണാം. അവിടെ ഇമ്പോർട്ടും ഉണ്ട്, ബാക്കപ്പും ഉണ്ട്. ഇമ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ടിക്ക് കൊടുക്കുന്നു. ഇവിടെ കണ്ടില്ലേ വേറൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി പബ്ലിഷ് ഓൾ ഇമ്പോർട്ടഡ് പോസ്റ്റ് ആൻഡ് പേജസ്. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പേജുകളും പോസ്റ്റുകളും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പം തന്നെ പബ്ലിഷ് സ്റ്റാറ്റസിൽ വരണമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് തന്നെ കിടക്കണം. അത് വേണ്ട, നമുക്ക് ഡ്രാഫ്റ്റിലാക്കി ഇട്ടാൽ മതി, പിന്നീട് പബ്ലിഷ് ചെയ്താൽ മതി, മാറ്റം വരുത്തിയെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് മാറ്റി കൊടുക്കാം. ഇവിടെ ഞാനത് പബ്ലിഷ് ആക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കട്ടെ. അത് വെച്ചിട്ട് ഇമ്പോർട്ട് കൊടുക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ ബാക്കപ്പ് ചെയ്ത് വെച്ചിരുന്ന ഫയൽ എന്ന് പറയുന്നത്. ഇതൊരു XML ഫയലാണ്. XML ഫയൽ രൂപത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലോഗറിൻ്റെ പോസ്റ്റുകൾ നമ്മൾ വരുന്നത്. അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇമ്പോർട്ടിങ് കണ്ടന്റ് എന്ന് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ ഇവിടെ. അതിനുശേഷം ഇമ്പോർട്ടിങ് കാണിക്കുന്നുണ്ട്. എല്ലാം ഇമ്പോർട്ട് ആയി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് പോസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. കണ്ടില്ലേ ഇത്രയും സംഭവങ്ങൾ ഇമ്പോർട്ടായി വന്നിട്ടുണ്ട്. അത് പബ്ലിഷ്ഡും ആണ് കാണിക്കുന്നുണ്ട്, സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. ഇത് വെറുതെ കൊടുത്തേക്കുന്ന കുറേ ടെക്സ്റ്റുകളാണ് ഈ കൊടുത്തേക്കുന്നത്. SK N Achari എന്നുള്ള ഓഥറാണ് ഇത് റൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും സെഷൻ വെച്ചുകൊണ്ട് നമുക്ക് സൈറ്റ് ഒന്ന് എടുത്ത് നോക്കാം. കണ്ടില്ലേ SK N Achari ഫീച്ചേർഡ് പോസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ബേസിക്കായിട്ട് ഇതിനകത്തുനിന്ന് തിരഞ്ഞെടുത്ത ഒരു ടെംപ്ലേറ്റാണ് ഇതിനകത്ത് കിടക്കുന്നത്. അത് വെച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഇതുപോലെയാണ് നമ്മളുടെ പോസ്റ്റുകൾ കിടക്കുന്നത്. ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് വേറൊരു ബ്ലോഗിലേക്ക് കൊണ്ടുപോകണം എന്ന് പിന്നീട് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സെറ്റിങ്സിൽ പോകുന്നു. അതുപോലെ തന്നെ നേരത്തെ എടുത്ത അതേ ഓപ്ഷൻ എടുക്കുന്നു, മാനേജ് ബ്ലോഗ് എന്ന് എടുക്കുന്നു. അതിനകത്ത് ബാക്കപ്പ് കണ്ടന്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. കണ്ടില്ലേ ക്ലിക്ക്. അപ്പോൾ കണ്ടന്റ് ബാക്കപ്പ് ഇൻക്ലൂഡ്സ് പോസ്റ്റ്, പേജസ് ആൻഡ് കമൻറ്റ്സ്. അതായത് പേജുകൾ വരുന്നുണ്ട്, പോസ്റ്റുകൾ വരുന്നുണ്ട്, കമൻറ്റുകളും. ഇത്രയും കാര്യങ്ങളാണ് ഒരുമിച്ച് ബാക്കപ്പ് ആവുന്നത്. ഡൗൺലോഡ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കാണാം ഡൗൺലോഡ് ആവുന്നത് ഒരു XML ഫയലായിട്ട്. ഇത്തരത്തിൽ ഡൗൺലോഡായ ഫയലാണ് ഞാനിവിടെ ഇത് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് പോസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ലേഔട്ട് സെക്ഷനിലേക്ക് പോകാം. അതിനിവിടെ കാണാൻ കണ്ടില്ലേ ലേഔട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലോഗിൻ്റെ ലേഔട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ലേഔട്ട് ആണെങ്കിലും തീം ആണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ആയിരിക്കണം. നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ മൊബൈലിൽ ചെയ്യുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല ബിഗ് സ്ക്രീനിൽ കണ്ടു തന്നെ ചെയ്യേണ്ട സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ലേഔട്ടും അതുപോലെ തീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിന് കാരണം ഏത് തരത്തിലുള്ള ടെംപ്ലേറ്റ് എങ്ങനെയാണ് ഓരോ ഗാഡ്ജറ്റിലും കാണാൻ പറ്റുക എന്നൊക്കെ മനസ്സിലാവുന്നത് ഇതുപോലുള്ള കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം സൈഡ് ബാർ എന്ന് പറയുന്നൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് സൈഡ് ബാർ ടോപ്പ്, സൈഡ് ബാർ ബോട്ടം, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെർച്ച് ടോപ്പ്, സെർച്ച് ഹെഡർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ തീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സൈഡ് ബാർ. കണ്ടില്ലേ ഈ തീമിൽ ലെഫ്റ്റ് സൈഡിലാണ് സൈഡ് ബാർ വന്നേക്കുന്നത്, ചിലതിന് റൈറ്റ് സൈഡിലായിരിക്കും. അതുപോലെ സെർച്ച് ബട്ടനൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. ഇതൊരു ഫീച്ചേർഡ് പോസ്റ്റാണ്. പിന്നെ കുറേ വിഡ്ജറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർക്കൈവ്സ് കണ്ടില്ലേ, ലേബൽസ്, ഇതൊക്കെ ഓരോ വിഡ്ജറ്റുകളെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എവിടെയൊക്കെയാണ് പൊസിഷൻ എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊസിഷൻ മാറ്റണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം ബ്ലോഗ് ആർക്കൈവ് ആണ് ഇവിടെ മുകളിൽ കിടക്കുന്നത്, അതിനുശേഷം ലേബലാണ് കിടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുന്നു, ഇത് ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാം. അതിനുശേഷം സേവ് കൊടുക്കുന്നു. സേവ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ കണ്ട് ലേബൽ മുകളിൽ വന്നു, ആർക്കൈവ്സ് താഴെ വന്നു. ഇത്തരത്തിൽ നമുക്ക് ഏത് സൈഡിലേക്കും ഇതിനെ കൊണ്ടുപോകാം. ഈ ലേബലിനെ ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ താഴേക്ക് കൊണ്ടുവരണമെങ്കിൽ താഴേക്ക് കൊണ്ടുവരാം. എത്തരത്തിലുള്ള വേണമെങ്കിലും നമുക്കിതിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ് നമുക്കിവിടെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഡ് ഗാഡ്ജറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു പോപ്പുലർ പോസ്റ്റാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പോപ്പുലർ പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ പോപ്പുലർ പോസ്റ്റ് എന്നുള്ള ഒരു
സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിലോ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുമെങ്കിൽ ഇവിടെ ഷോ വിഡ്ജറ്റ് എന്നുള്ളതിനെ മാറ്റി കൊടുക്കാം. ഇത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കാണിക്കത്തില്ല. നമുക്ക് ടെമ്പററി ആയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടതെങ്കിൽ ഇത് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതല്ല ഇനി പെർമനൻ്റ് ആയിട്ടേ നമുക്ക് ഈ വിഡ്ജറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ റിമൂവ് ആയി പോയിട്ടുണ്ട്. ഇത് ടോപ്പ് സെക്ഷനാണ്, സെർച്ചിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ ഹെഡറാണ് വരുന്നത്. നമുക്കൊന്ന് നോക്കാം. ഹെഡർ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, SK N ആചാരി എന്ന് ഞാൻ ഹെഡർ നമ്മൾ സെറ്റിങ്സിൽ കൊടുത്തേക്കുന്ന അതേ സംഭവം തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. മറ്റ് ഇമേജസ് ഒന്നുമില്ല. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇമേജുകൾ ഹെഡറായിട്ട് കൊടുക്കണം. അതായത് ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡർ. ഇതിന് പകരം നമുക്ക് ഏതെങ്കിലും ലോഗോയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്ലോഡ് കൊടുക്കുന്നു. അതിനുശേഷം ചൂസ് ഫയൽ. ഇതാണ് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത്. കണ്ടില്ലേ, അപ്ലോഡായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡ് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ അത് ഞാൻ കൊടുക്കുകയാണ്. ഇനി ഷ്രിങ്ക് ടു ഫിറ്റ് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം നമുക്ക്. എന്നിട്ട് സേവ് കൊടുക്കുന്നു. ഇനി നമുക്കൊന്നും കയറി നോക്കാം നമ്മൾ ബ്ലോഗ് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഞാൻ വെറുതെ ഒരു ഡമ്മിയായിട്ട് നിങ്ങളെ ചെയ്ത് കാണിക്കുകയാണ് ഇതെങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. ഇനി ആഡൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ആഡ് കൊടുക്കണമെന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഡ് ഗാഡ്ജറ്റ് കൊടുക്കുന്നു. അതിനുശേഷം HTML JavaScript എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് നമുക്ക് സ്പോൺസേഡ് എന്നോ മറ്റോ ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം നമുക്കിവിടെ അതിൻ്റെ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആഡ് ആ സൈഡിൽ വരുന്നതായിരിക്കും. ഇനി അതല്ല ആഡ് ബോഡി പാർട്ടിന് തൊട്ട് മുന്നേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. അത് നമുക്ക് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത സാധനത്തെ ഇങ്ങോട്ട് നമുക്ക് വലിച്ചുകൊണ്ട് വരാം. ഉദാഹരണത്തിന് ഞാനിവിടെ കാണിക്കുകയാണ്. HTML കോഡ് ആഡ് ചെയ്യുകയാണ്. സ്പോൺസേഡ് എന്നുള്ളത് സംഭവം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സ്പോൺസേഡ് വന്നു. ഇതിനെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവെക്കാം. കണ്ടില്ലേ, അതല്ല ഇനി ബോഡിക്ക് താഴെയാണ് വരേണ്ടതെങ്കിൽ അവിടെ കൊണ്ടുവെക്കാം. ഇത്തരത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റി കൊണ്ടുപോകാനായിട്ട് ഈസി ആയിട്ട് പറ്റും. വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്കിത് റിമൂവും ചെയ്യാം. കണ്ടില്ലേ, ഇനി ബ്ലോഗ് പോസ്റ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറേ ഓപ്ഷൻസ് കാണാം. അതായത് ഈ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ താഴെ കാണിച്ച് ഇത് എത്ര എണ്ണം വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. 7 എണ്ണമാണ് കൊടുത്തേക്കുന്നത്. അത് കൂടണമെങ്കിൽ കൂട്ടി കൊടുക്കാനായിട്ട് പറ്റും നമുക്ക്. അതുപോലെ തന്നെ റീഡ് മോർ എന്നുള്ള ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അതിന് പകരം എന്തെങ്കിലും വേറെ രീതിയിൽ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, പിന്നെ ഷോ ഡേറ്റ് ഹെഡർ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ടെംപ്ലേറ്റ് അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ കണ്ടില്ലേ ഷോ ഓതർ. ഇവിടെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഡേറ്റ് മാത്രമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓതറിൻ്റെ പേരൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് ഓതർ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. സേവ് ചെയ്യുന്നു. നമ്മളൊന്ന് റെഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ബൈ SK N ആചാരി കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ പോസ്റ്റിനകത്ത് വരുന്ന സംഭവങ്ങളെയൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അത് വന്നിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് പല ഓപ്ഷൻസ് നിങ്ങൾ എടുത്ത് നോക്കുക. ഇവിടെ ബൈ എന്നാണ് കിടക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. റിട്ടേൺ ബൈ എന്നാക്കാം. കമൻറ്റുകൾ എത്ര വേണമെന്നുള്ളത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഷോ കമൻറ്റ് കൗണ്ട് അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി ഈ പറയുന്ന പോലെ ലേബൽസ് കാണിക്കണമെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ തന്നെ ഓരോ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഏതൊക്കെ വേണം, ഷെയർ ബട്ടൺ വേണോ, ലൊക്കേഷൻ കാണിക്കണമോ, ഇതൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഏതൊക്കെ നമ്മൾ എനേബിൾ ചെയ്യുകയും ഡിസേബിൾ ചെയ്യുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് മാറ്റം വരും. ഉദാഹരണത്തിന് നമ്മളിവിടെ ഓതർ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഓതറിൻ്റെ പേര് പോയി. കണ്ടില്ലേ, ഞാൻ വീണ്ടും എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓതറിൻ്റെ പേര് വന്നു. അതുപോലെ ഡേറ്റൊക്കെ മാറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് അവിടെ മാറ്റം വരുന്നതായിരിക്കും. ഷോ പബ്ലിഷ് ടൈം മാറ്റി കൊടുക്കുന്നു. കണ്ടില്ലേ, ഡേറ്റ് ആൻഡ് ടൈം പോയി. പബ്ലിഷ് ടൈം ഇടുന്നു. പക്ഷേ ഏതൊക്കെ കാര്യങ്ങൾ നമുക്കിതിനകത്ത് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റം വരുത്താനായിട്ട് നമുക്ക് പറ്റും. ചില ടെംപ്ലേറ്റിൽ ഓതറിൻ്റെ താഴെ വരണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാനായിട്ട് വരും. ഇപ്പോൾ ഉണ്ട് ഓതർ എന്നുള്ള സെക്ഷൻ താഴെ വരും. വേണ്ടാന്നുണ്ടെങ്കിൽ മാറ്റം കൊടുക്കാം. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. ഒന്നെടുത്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ റിട്ടേൺ ബൈ എന്നാക്കി ഞാൻ നേരത്തെ കൊടുത്തത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഓരോന്നിലും കയറി നോക്കിയാൽ അതിനകത്ത് കുറേ സംഭവങ്ങൾ നമുക്ക് കാണും. എബൌട്ട് സെക്ഷൻ ഉണ്ട്. ഇതൊക്കെ ബൈ ഡിഫാൾട്ടായിട്ടുള്ള അതിനകത്ത് വരുന്നതാണ്. അത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റത്തില്ല. അത് നമുക്കിവിടെ ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വരത്തില്ല. കണ്ടില്ലേ, സേവ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ എബൌട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഉണ്ട്, അവിടെ ഇല്ല, അത് പോയി. ഇപ്പോൾ അവിടെ കാണിക്കുന്നില്ല, അത് പോയതായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഞാനത് ഡിസേബിൾ ചെയ്തതുകൊണ്ടാണ്. ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ബൈ ഡിഫാൾട്ടായിട്ട് കുറേ വിഡ്ജറ്റുകൾ ഇതിനകത്തുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഓരോന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. ട്രാൻസ്ലേഷന് ലിസ്റ്റ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതല്ലാത്ത പക്ഷം കസ്റ്റം കോഡുകൾ വെച്ച് നമുക്ക് HTML JavaScript എടുത്തതിന് ശേഷം പലതരത്തിലുള്ള കസ്റ്റം കോഡുകൾ നമുക്ക് കിട്ടും. ഇത് പേസ്റ്റ് ചെയ്ത് വേറെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പറയാൻ പോകുന്നതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതെന്ന് പറയുന്നത് പഴയ നമ്മുടെ ബ്ലോഗറിനകത്ത് ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സ് പുതിയ ബ്ലോഗറിനകത്ത് വന്നിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. ശരിക്കും പറഞ്ഞാൽ
തീം ഡിസൈനർ എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമുക്ക് എന്ത് രീതിയിലും തീമിനകത്ത് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ബാക്ക് എൻഡിൽ പോയിട്ട് കോഡിനകത്ത്, അതായത് നമ്മൾ തീമിൽ പോകുന്നു, അതിനകത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ HTML കണ്ടല്ലോ, എഡിറ്റ് HTML എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴാണ് ഇതിൻ്റെ കോഡ് കാണിക്കുന്നത്. ഈ കോഡിനകത്താണ് നമ്മൾ എഡിറ്റ് ചെയ്താണ് എല്ലാ മാറ്റങ്ങളും വരുത്തിക്കൊണ്ടിരുന്നത്. അത് അത്യാവശ്യം കോഡിങ്ങിനെ കുറിച്ച് അറിയാവുന്നവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആകെ നമ്മുടെ സൈറ്റ് താറുമാറായി പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ പുതിയ ഒരു വർഷം വന്ന സമയത്ത്, അതായത് ബ്ലോഗറിൽ ഇൻ്റർഫേസ് മുഴുവൻ മാറി കുറേ ഫീച്ചേഴ്സൊക്കെ അവർ ആഡ് ചെയ്ത സമയത്ത് അവർ അവിടെ എഡിറ്റ് ചെയ്യുക, അതായത് കോഡിൽ പോകാതെ തന്നെ നമുക്ക് തീമിൽ കുറേ മാറ്റങ്ങൾ വരുത്താനുള്ള ഓപ്ഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ലേഔട്ടിൽ പോകുന്നു. അവിടെ മുകളിലായിട്ട് കാണുന്നത് കണ്ടില്ലേ, തീം ഡിസൈനർ എന്ന് പറയുന്നൊരു ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ തീം ഡിസൈനറിൽ ക്ലിക്ക് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തീമാണോ ഇപ്പോൾ ആക്ടിവേറ്റ് ആയി കിടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഓപ്ഷൻസിനകത്ത് കാണിക്കും. ഇത് തീം മാറുന്നതിനനുസരിച്ച് ഇവിടെ വരുന്ന ഓപ്ഷൻസും മാറ്റം വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം അഡ്വാൻസ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. അതിന് മുകളിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ പിക്ചേഴ്സ് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും നമുക്ക്. അതുപോലെ തന്നെ അഡ്വാൻസ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താം, കണ്ടില്ലേ. പേജിൻ്റെ ടെക്സ്റ്റിന് മാറ്റം വരുത്താം, ബാക്ക്ഗ്രൗണ്ട് മാറ്റം വരുത്താം, ഇനി ബ്ലോഗ് ടൈറ്റിൽ വേണമെങ്കിൽ മാറ്റാം, കണ്ടില്ലേ. ബ്ലോഗ് ടൈറ്റിൽ ഇവിടെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ വേണം, കളറുകൾ മാറ്റണോ മറ്റു കാര്യങ്ങൾ. ഇതിപ്പം ഇമേജ് കിടക്കുന്നതുകൊണ്ടാണ്, അതല്ല അത് എഴുതിയേക്കുന്നതാണെങ്കിൽ അതിനകത്ത് മാറ്റം വരുത്താനായിട്ട് പറ്റും. ഇനി ഈ പറയുന്ന പോലെ ടെക്സ്റ്റ്, പേജിൻ്റെ ടെക്സ്റ്റ് കണ്ടില്ലേ, ഇതാണ് ടെക്സ്റ്റ്. ഇതിൽ അക്ഷരങ്ങളൊക്കെ എത്ര മാറ്റം വരുന്നത്, ഇപ്പോൾ വലിയ അക്ഷരമാക്കണം, 25 px ആക്കണം, 25 px ആക്കണമെങ്കിൽ മാറ്റാം, കണ്ടില്ലേ. അതല്ല ഇനി ചെറുതാക്കണമെന്നുണ്ടെങ്കിലോ അതാക്കാം നമുക്ക്. ഇതെല്ലാം ഇവിടെ മാറ്റം വരുത്താൻ പറ്റും. പിന്നെ അതിൻ്റെ കളറുകൾ മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ഒരുപാട് സംഭവങ്ങളിവിടെ മാറ്റാം. പോസ്റ്റ് ഏത് രീതി വേണ്ട, ഇത്രയും സെക്ഷനിൽ ഏതൊക്കെ തരത്തിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും, കണ്ടില്ലേ. ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ്, പോപ്പുലർ പോസ്റ്റ്, നാവിഗേഷന്, ഷെയറിങ്, ലേബല്, വിഡ്ത്ത് ഉണ്ടോ, വിഡ്ത്ത്. ഈ വിഡ്ത്തുകളിൽ മാറ്റം വരുത്താൻ നമുക്ക് ഇതിനകത്ത് പറ്റും. സൈഡ് ബാറിൻ്റെ വിഡ്ത്ത് എത്ര വേണം, ഇത് 284 പിക്സലാണ് കിടക്കുന്നത്, അത് മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. മറ്റേ ഇതൊക്കെ കോഡ് സൈഡിൽ പോയിട്ടേ മാറ്റം വരുത്താൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് വളരെ എളുപ്പം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ തീം ഡിസൈനർ നിന്നുകൊണ്ട് മാറ്റാൻ പറ്റാനായിട്ട് നമുക്ക് പറ്റും. അതായത് നമ്മൾ വേഡ്പ്രസ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ബ്ലോഗർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് പരാതി. പക്ഷേ ഇപ്പോൾ അവരത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വളരെ ഈസിയാണ്. പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വെബ് വെർഷനിൽ ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്കത് കണ്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ഈ കാണിച്ചിട്ടുണ്ടല്ലോ, ഈ ലേഔട്ട് എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരേപോലെ ആയിരിക്കത്തില്ല. ഓരോ തീം മാറി വരുന്നതനുസരിച്ച് അതിൻ്റെ രീതി മാറുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇടത് സൈഡിലാണ് സൈഡ് ബാർ വന്നേക്കുന്നതുകൊണ്ടും ഇതിങ്ങനെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ശരിക്കും അതിനുവേണ്ടി ഞാൻ തീം ഒന്ന് മാറ്റി കാണിക്കാം. തീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ, വിശദമായിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വിശദമായിട്ട് പഠിപ്പിക്കുന്നില്ല, ഈ ലേഔട്ട് പഠിപ്പിക്കാനായിട്ട് ഈ തീം ഒന്ന് മാറ്റി കാണിക്കുന്നുള്ളതേ ഉള്ളൂ. തീം മാറ്റാനായിട്ട് ഇടത് സൈഡ് തീമിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് ആക്ടിവേറ്റ് ആയി കിടക്കുന്ന തീം എന്ന് പറയുന്നത്, കണ്ടില്ലേ. കണ്ടംബോ ലൈറ്റ് എന്ന് പറയുന്ന തീമാണ് കിടക്കുന്നത്. ഞാനിവിടെ താഴേക്ക് വരികയാണ്. താഴേക്ക് വന്നതിന് ശേഷം ഈ എംബോറിയോ എന്ന് പറയുന്ന ഒരു തീം സെലക്ട് ചെയ്യുകയാണ്. ഇത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അപ്ലൈ കൊടുക്കുന്നു. അപ്ലൈയും കാണിക്കുന്നുണ്ട്, കണ്ടോ. തീം അപ്ലൈഡ് സക്സസ്ഫുള്ളി ഇടത് സൈഡിൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കൊന്ന് എടുത്തു നോക്കാം നമ്മുടെ സൈറ്റ് എങ്ങനെ. നേരത്തെ ഇരുന്നത് ഇതായിരുന്നു, പുതിയത് എങ്ങനെയാണെന്ന് നോക്കാം, കണ്ടില്ലേ. പുതിയത് ഇതാണ് തീം. അപ്പോൾ നമ്മളുടെ പേര് ഈ പറഞ്ഞ ടൈറ്റിൽ പോയിട്ടുണ്ട്, ഇതിനകത്തുനിന്ന് ഹെഡർ ടൈറ്റ് പോയിട്ടുണ്ട്. ഹെഡർ നേരത്തെ ഒരു ഇമേജ് ആയിരുന്നു കൊടുത്തിരുന്നത്, അത് റീപ്ലേസ് ആയി. കാര്യം തീം പോയി, തീം മാറിയപ്പോഴത്തേക്ക് അതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ബൈ ഡിഫാൾട്ടായിട്ട് ഈ തീമിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ മാത്രമേ ഇതിനകത്ത് വരുത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വലത് സൈഡിലാണ് സൈഡ് ബാർ കിടക്കുന്നത്, കണ്ടില്ലേ. അതിനുശേഷം ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലേഔട്ട് എങ്ങനെ ആയിരിക്കുന്നതെന്ന് നോക്കാം, കണ്ടില്ലേ. അതിന് ലേഔട്ട് മാറ്റം വന്നിട്ടുണ്ട്, നേരത്തെ പോലല്ല ഇരിക്കുന്നത്. ഇടത് സൈഡിലാണ് മറ്റ് സൈഡെല്ലാം വരുന്നത്, വലത് സൈഡിൽ ഓരോ ബാറിലെ ഐറ്റംസ് ഓരോന്നും വരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ബ്ലോഗിൻ്റെ ആർക്കൈവ്സിനെ ഇങ്ങോട്ട് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം, അതല്ല ഏറ്റവും മുകളിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇനി പോപ്പുലർ പോസ്റ്റിനെ കൊണ്ടുവന്ന് മുകളിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇതിപ്പം നമ്മൾ ഡിസേബിളായി കിടക്കുന്നുള്ളതാണ് ഇവിടെ കാണുന്നത്, കണ്ടില്ലേ. ഒരു ഐ സിമ്പിൾ കിടപ്പുണ്ട്, അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഹൈഡ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. അത് മാറ്റിയതിന് ശേഷം നമുക്ക് എനേബിൾ ചെയ്യാം, കണ്ടില്ലേ. വിഡ്ജറ്റ് എനേബിൾ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ എന്തൊക്കെയാണ് വേണമെന്ന് നമ്മുടെ കൊടുക്കാം. ടൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, പോപ്പുലർ പോസ്റ്റ് കൊടുക്കുന്നു, കണ്ടില്ലേ. അതിനുശേഷം ഓൾ ടൈം, ഇമേജ്, തമ്മിനെയിൽ, സ്നിപ്പസ്റ്റ് എല്ലാം വേണമെന്നുള്ള കൊടുക്കാം. ഇവിടെ നമുക്ക് 5 എണ്ണം വേണമെങ്കിൽ 5 എണ്ണം കൊടുക്കാം. അതിനുശേഷം സേവ് കൊടുക്കുന്നു. ഇനി നമുക്ക് സൈറ്റിൽ നിന്ന് എടുത്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരെണ്ണേ കാണിക്കുന്നത്, പോപ്പുലറായിട്ട് ഒന്നേ വന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് പോപ്പുലർ പോസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ പോപ്പുലർ പോസ്റ്റിനെ നമുക്ക് മുകളിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ താഴെ നിന്ന് വലിക്കുക, താഴെ നിന്ന് കൊണ്ടുവന്ന് മുകളിൽ കൊണ്ടുവന്ന് വെക്കുക, കണ്ടില്ലേ. കൊണ്ടുവച്ചതിന് ശേഷം സേവ് കൊടുക്കണം. സേവ് ചെയ്തില്ലെങ്കിൽ വീണ്ടും താഴോട്ട് പോകുന്നതായിരിക്കും. ഈ പറഞ്ഞ ലേഔട്ടിൽ മാറ്റം വരുന്ന സമയത്ത് സേവ് ചെയ്യാനായിട്ട് മറക്കരുത്. പക്ഷേ ഓരോ വിഡ്ജറ്റിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും സേവ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഐറ്റംസ് ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സേവ് കൊടുക്കണം. ഇനി നമുക്കൊന്ന് എടുത്ത് നോക്കാം, കണ്ടില്ലേ. എടുക്കുന്ന സമയത്ത് ഇത് മുകളിൽ വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഐറ്റംസ് ആർക്കൈവ്സും ലേബിൾസും ഒക്കെ
കിടക്കുന്നത്. പിന്നെ ഇത്രയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തീം ഡിസൈനറിലേക്കൊന്ന് പോയി നോക്കാം. ആ മുകളിൽ വന്ന് തീം ഡിസൈൻ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടില്ലേ, നേരത്തെ കാണിച്ച പോലെ അല്ല. ഇതിനകത്ത് ഈ തീമിനനുസരിച്ചാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഒരേ ഐറ്റംസൊക്കെ കാണാം. ഒരുപാട് തരത്തിലുള്ള കളറുകൾ മാറ്റാനും ഒക്കെ ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി പാർട്ട് മാറ്റിയിട്ട് ബ്ലോഗിൻ്റെ ടൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മാറ്റം വരുത്താം. അതിൻ്റെ അക്ഷരത്തിന് വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 72 കൊടുക്കണമെങ്കിൽ 72 കൊടുക്കാം. അതുപോലെ ഓരോ ഐറ്റംസും ഓരോ രീതിയിൽ നമുക്കിതിനകത്ത് മാറ്റം വരുത്താനായിട്ട് പറ്റും. അതിൻ്റെ കളറ്, മറ്റു കാര്യങ്ങൾ, ട്രാൻസ്പെറൻസി ലെവൽ മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ പോസ്റ്റ് ഉണ്ടോ, പോസ്റ്റിൻ്റെ കുറേ ഐറ്റംസ് മാറ്റം വരുത്താനും ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ തീമിൻ്റെ വിഡ്ത്ത് എങ്ങനെ വേണമെന്നുള്ളതനുസരിച്ചിട്ട് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലേഔട്ടിൻ്റെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കോഡ് ലെവലിൽ പോകാതെ തന്നെ നമുക്കിവിടെ മാറ്റം വരുത്താനായിട്ട് ഫ്രണ്ട് എൻഡിൽ നിന്നുകൊണ്ട് തന്നെ മാറ്റം വരുത്താനായിട്ട് പറ്റും. തീമുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ടെംപ്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഇനി അടുത്ത് വരാനായിട്ട് പോകുന്നത്. അതിനകത്ത് വിശദീകരിച്ച് നമുക്ക് ടെംപ്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാം. അതായത് കസ്റ്റം തീം എങ്ങനെയാണ് ബ്ലോഗറിൽ കൊണ്ടുവരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ 2 ട്യൂട്ടോറിയലായിട്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബ്ലോഗിൽ അപ്ലൈ ചെയ്ത് നോക്കുക. പുതിയ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പല രീതിയിലും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. അപ്പം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.